നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമുത്ഥമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമലോകരാശിം നിരുന്തി വാതാലയവാസവിഷ്ണോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 32ാമത്തെ ദശകമാണ് വായിക്കാൻ പോകുന്നത്. മത്സ്യാവതാര വർണ്ണനമാണ്. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ട അന്തര അന്ത ഉദ്യത് അകാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത്ഹൃദേഷു വേദേഷു അതിത്സഹ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ട അന്തര അന്ത ഉദ്യത് ഷഷ്ട അന്തര അന്ത ഉദ്യത് കാണ്ഡകൽപേ പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ട അന്തര അന്ത ഉദ്യത് അകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷു അതിത്സഹ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ട അന്തര അന്ത ഉദ്യത് അകാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷു അതിത്സഹ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാ അസുരേണ ഷഷ്ട അന്തര അന്ത ഉദ്യത് അകാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷു അതിത്സഹ കില മത്സ്യരൂപം. പണ്ട് 6ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്തിലുണ്ടായ പ്രളയത്തിൽ ഹയഗ്രീവൻ എന്ന അസുരശ്രേഷ്ഠനാൽ ഉറങ്ങുവാൻ ഭാവിക്കുന്ന ബ്രഹ്മദേവൻ്റെ മുഖത്തിൽ നിന്നും വേദങ്ങൾ അപഹരിക്കപ്പെട്ട സമയം നിൻ തിരുവടി മത്സ്യരൂപത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു അത്രേ. പണ്ട് 6ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്തിലുണ്ടായ പ്രളയത്തിൽ ഹയഗ്രീവൻ എന്ന അസുരശ്രേഷ്ഠനാൽ ഉറങ്ങുവാൻ ഭാവിക്കുന്ന ബ്രഹ്മദേവൻ്റെ മുഖത്തിൽ നിന്നും വേദങ്ങൾ അപഹരിക്കപ്പെട്ട സമയം നിൻ തിരുവടി മത്സ്യരൂപത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു അത്രേ. സത്യവ്രതസ്യ ദ്രമിളാദിവർത്തുഃ നദീജലേ തർപ്പയതഃ തദാനീം കരഞ്ജലൗ സഞ്ചരിതാകൃതിം ത്വം അദൃശ്യതാഃ കഞ്ചന ബാലമീനഃ. സത്യവ്രതസ്യ ദ്രമിളാദിവർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ചലിതാകൃതിസ്ത്വം അദൃശ്യതാഃ കഞ്ചന ബാലമീനഃ. സത്യവ്രതസ്യ ദ്രമിളാദിവർത്തുഃ നദീജലേ തർപ്പയതഃ തദാനീം കരാഞ്ജലോ സഞ്ചലിതാകൃതിഃ ത്വം അദൃശ്യതാഃ കഞ്ചന ബാലമീനഃ. സത്യവ്രതസ്യ ദ്രമിളാദിവർത്തുർ നദീജലേ തർപ്പയതുസ്തദാനീം കരാഞ്ജലോ സഞ്ചലിതാകൃതി തമദൃശ്യതാ കഞ്ചന ബാലമീനഃ. സത്യവ്രതസ്യ ദ്രമിളാദിവർത്തുഃ നദീജലേ തർപ്പയതഃ തദാനീം കരാഞ്ജലോ സഞ്ചലിതാകൃതിം ത്വാം അദൃശ്യതാഃ കഞ്ചന ബാലമീനഃ. അക്കാലത്ത് നദീജലത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന ദ്രവിഡ ദേശാധിപനായ സത്യവ്രതൻ എന്ന രാജാവിൻ്റെ അഞ്ജലിപുടത്തിൽ നിന്തിരുവടി ഏറ്റവും പ്രകാശിക്കുന്ന ആകൃതിയോടുകൂടിയ ഒരു ചെറിയ മത്സ്യമായിട്ട് കാണപ്പെട്ടു. അക്കാലത്തെ നദീജലത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന ദ്രവിഡ ദേശാധിപനായ സത്യവ്രതൻ എന്ന രാജാവിൻ്റെ അഞ്ജലിപുടത്തിൽ നിന്തിരുവടി ഏറ്റവും പ്രകാശിക്കുന്ന ആകൃതിയോടുകൂടിയ ഒരു ചെറിയ മത്സ്യമായിട്ട് കാണപ്പെട്ടു. 3ാമത്തെ ശ്ലോകം. ക്ഷിപ്തം ജലേ ത്വം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപ്പൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരഹസ ആലശിഷേ വിഭോ ത്വം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരഹസ ആലശിഷേ വിഭോ ത്വം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേനാംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാസനശിഷ്യേ വിഭോ ത്വം. വാപീം സരശ്ചാസനശിഷ്യേ വിഭോ ത്വം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേ അംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരഹസ ആനശിഷേ വിഭോ ത്വം.
വെള്ളത്തിൽ നിക്ഷേപിക്കപ്പെട്ട നിന്തിരുവടിയെ ഭയപ്പെട്ടിരിക്കുന്നതായി കണ്ട് ആ രാജർഷി ജലപാത്രം കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് തന്നെ ആ മീനിനെ കൊണ്ടുപോയി, മത്സ്യത്തിനെ കൊണ്ടുപോയി. ഹേ ഭഗവാൻ, നിന്തിരുവടി അല്പം ദിവസങ്ങൾ കൊണ്ട് ജലപാത്രവും കിണറും കുളം തടാകം എന്നിവ വ്യാപിച്ചുകൊണ്ട് വളർന്നു വന്നു. വെള്ളത്തിൽ നിക്ഷേപിക്കപ്പെട്ട നിന്തിരുവടിയെ ഭയപ്പെട്ടിരിക്കുന്നതായി കണ്ട് ആ രാജർഷി ജലപാത്രം കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ഹേ ഭഗവാൻ, ആ നിന്തിരുവടി അല്പ ദിവസങ്ങൾ കൊണ്ട് ജലപാത്രവും കിണറും കുളം തടാകം എന്നിവയും വ്യാപിച്ചുകൊണ്ട് വളർന്നു വന്നു. 4-ാമത്തെ ശ്ലോകം. യോഗപ്രഭാവാത് ഭവാജ്ഞയൈവ നിദത്തതത്വം മുനിനാ പദയോപയോധിം പൃഷ്ടഃ മുനാ കൽപ്പതി ദുക്ഷുമേനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസീഃ. യോഗപ്രഭാവാത് ഭവതാജ്ഞയാ ഏവ നീതഹത്തതഹത്വം മുനിനാപയോധിം പൃഷ്ടഃ മുനാഃ കൽപ്പതി ദുക്ഷുയേനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസീഃ. യോഗപ്രഭാവാത് ഭവതാജ്ഞയൈവ നിതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനിനാ കൽപ്പാതി ദുഷ്യമേനം സപ്താഹമാസ്വേതി വദന്നയാസി. യോഗപ്രഭാവാത് ഭവത് ആജ്ഞയാ ഏവ നീതഃ തതഃ ത്വം മുനിനാ പയോധിം പുഷ്ടഃ അമുന കൽപ്പദിദുക്ഷ്യം ഏനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസീഹി. വെള്ളത്തിൽ നിക്ഷേപിക്കപ്പെട്ട അനന്തരം അങ്ങയുടെ കൽപ്പന കൊണ്ട് തന്നെ ആ രാജർഷിയാൽ യോഗബലത്തിൻ്റെ മഹിമ കൊണ്ട് സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കപ്പെട്ട നിന്തിരുവടി ഇദ്ദേഹത്താൽ ചോദിക്കപ്പെട്ടവനായി പ്രളയം കാണുവാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തോട് 7 ദിവസം കാത്തിരുന്നു കൊള്ളുക എന്നിങ്ങനെ അരുളി ചെയ്തു. 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ തുദുക്തേ ഹനിവാരിധാരാം പരിപ്ലുതേ ഭൂമി തലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം അപാരവാരിണി ഉദ്ഗുർണമാനഃ ശരണം യയൗ ത്വാം. പ്രാപ്തേ ത്വദുക്തേ അഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷി സാർദ്ധം അപാരവാരിണി ഉദ്ഗൂർണമാനഃ ശരണൗ യയൗ ത്വാം. പ്രാപ്തേ ത്വദുക്തേ അഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം അപാരവാരിണി ഉദ്ഗൂർണമാനഃ ശരണം യയൗ തദാ. പ്രാപ്തേ ത്വദുക്തേ അഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം അപാരവാരിണി ഉദ്ഗൂർണമാനഃ ശരണം യയൗ ത്വാം. ഇത് വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് പറഞ്ഞ ദിവസം ഒന്ന് ചേർന്നപ്പോൾ ധാരമുറിയാതെ ചെയ്യുന്ന മഴ കൊണ്ട് ഭൂലോകം മുഴുവൻ മുഴുകിപ്പോകവേ ആ രാജർഷി സപ്തഋഷികളോടുകൂടി കരകാണാത്ത വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവനായി അങ്ങയെ ശരണം പ്രാപിച്ചു. അങ്ങ് പറഞ്ഞ ദിവസം ഒന്ന് ചേർന്നപ്പോൾ ധാരമുറിയാതെ പെയ്യുന്ന മഴ കണ്ട് മഴ കൊണ്ട് ഭൂലോകം മുഴുവൻ മുഴുകിപ്പോകവേ ആ രാജർഷി സപ്തഋഷികളോടുകൂടി കരകാണാത്ത വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവനായി അങ്ങയെ ശരണം പ്രാപിച്ചു. എനിക്ക് വായിച്ച 5 ശ്ലോകങ്ങൾ വായിക്കലാം. മത്സ്യാവതാരം ദശകം 32. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തര അന്തോദ്യത് അകാണ്ഡകൽപ്പേ നിദ്രോന്മുഖഭ്രമമുഖാദ്ഹൃതേഷു വേദസ്പതിത്സഹ കില മത്സ്യരൂപം. സത്യവ്രതസ്യ ദ്രമളാദിഭർത്തർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലോ സുഞ്ചലിതാകൃതി സമദൃശ്യതാഃ കശ്ചന ബാലമീനഃ ക്ഷിപ്തഞ്ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേമ്പുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരച്ഛാനശിഷ്യേ വിഭോത്വം. യോഗപ്രഭാവാത് ഭവതാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനാഃ കൽപ്പതി ദൃഷ്ടുമേനം സപ്താഹമാസ്വേതി വദന്നയാസീഃ. പ്രാപ്തേ തുദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധമപാരവാരിണിഃ ഉദ്യുദ്ഗൂർണമാനഃ ശരണം യയൗ ത്വാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.